ഇന്ന് രാവിലെ മുതൽ പലയിടത്തും മഴയാണ്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് വരുന്നുണ്ട്. മെയ് 27-ന് കാലവർഷം കേരളത്തിൽ എത്തുമെന്ന് പ്രവചനം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ പരക്കെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴിയും രൂപപ്പെടാനുള്ള സാധ്യതകൾ കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തീരദേശവാസികൾ അവർ കൂടുതൽ ജാഗരൂകരാകണമെന്നാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻപിടുത്തത്തിന് പോകരുത് എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ നിലവിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതാപൂർവ്വം പുറത്തേക്ക് ഇറങ്ങുക, പ്രത്യേകിച്ച് കുടകളും മറ്റും കരുതുക, റെയിൻകോട്ടുകളും മറ്റും കരുതുക എന്നുള്ള അതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം. അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കുന്ന ഒരു ഘട്ടം കൂടി വരികയാണ്. അതുകൊണ്ട് കൂടുതൽ റോഡിൽ കുഴികളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി കൂടുതൽ ജാഗരൂകരാകേണ്ട ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പല ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ മഴക്കാലങ്ങളിലും വന്നിരുന്നു. ചെറിയൊരു മഴ പെയ്താൽ തന്നെ എവിടെയും വെള്ളക്കെട്ടുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആക്ഷേപം. അതോടൊപ്പം തന്നെ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ വെള്ളം കെട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക കൊച്ചിയെ കേന്ദ്രീകരിച്ചും ഇപ്പോഴുണ്ട്. നിലവിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്യുകയാണ്. രാവിലെ മുതൽ ശക്തമായ മഴയുണ്ട്, ഇടവിട്ട് മഴ പെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നും കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴ പെയ്യുമ്പോൾ കൂടുതൽ അപകട സാധ്യത റോഡുകളിലുണ്ട്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം എത്താൻ. തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. അഖിൽ പാലോട്ടുമടം ചേരുന്നു. അഖിൽ, ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? ദേവിക, സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കു സാധ്യതയെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. സംസ്ഥാനത്തെ 2 ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ്. ഇപ്പോൾ 2 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിലുമൊക്കെ തന്നെ സമാനമായ രീതിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്, ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. 20-ാം തീയതി വരെയാണ് സംസ്ഥാനത്ത് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പല ജില്ലയിലും ഒക്കെ തന്നെ അത് പരക്കെ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് തീരദേശ മേഖലകളിലടക്കം ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളടക്കം സുരക്ഷാ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണം. അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ രാത്രികാല യാത്രകളിലൊക്കെ തന്നെ ഒരു പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടങ്ങളൊക്കെ തന്നെ ശക്തമായ മഴ പെയ്ത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്താനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദേവിക, ശരി. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. മെയ് 27-ന് കാലവർഷം കേരളത്തിലെത്തുമെന്നും പ്രവചനമുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ പരക്കെ ഓറഞ്ച് അലർട്ടാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴിയും രൂപപ്പെടാനുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.